ഹലോ, എല്ലാവർക്കും മനക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്നറിയോ? തേൻ മിഠായി, തേൻ നിലാവ് എന്ന് പറയും. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് കടകളിലൊക്കെ പോയിട്ട് ഓർമ്മയില്ലാവില്ല എല്ലാവർക്കും. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇന്നത്തെ കാലത്ത് ഇത് അപൂർവമായിട്ടേ കാണുന്നുള്ളൂ കടകളിലൊക്കെ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തേൻ മിഠായി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് നമ്മുടെ പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പച്ചരി എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് നിറയെ എടുത്തിട്ടുണ്ട്. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ അതിൻ്റെ ഹാഫ് ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് ഗ്ലാസ്സാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഹാഫ് ഗ്ലാസ്, 1 ഗ്ലാസ് പച്ചരിയും ഹാഫ് ഗ്ലാസ് ഉഴുന്ന് പരിപ്പും നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒരു 4 മണിക്കൂർ കുതിർത്ത് വെക്കണം. ഓക്കെ, 4 മണിക്കൂർ ഇതിങ്ങനെ കുതിരാനായിട്ട് വെക്കണം. ഓക്കെ, അപ്പം നമ്മൾ 4 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെച്ചു. എന്നിട്ട് ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞു. ഞാനത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, ഇനി നമുക്കിതൊരു മിക്സിയിലെ ജാറിലേക്ക് ഇത് പകർത്താം കേട്ടോ. അപ്പം നമുക്ക് അരച്ചെടുക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി അരയ്ക്കാനായിട്ട് നമ്മൾ വളരെ കുറച്ച് വെള്ളം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, വളരെ കുറച്ച്. ഓക്കെ, ഇത്ര മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിലധികം വെള്ളം പാടില്ല. നമ്മളിപ്പോൾ ദോശയ്ക്കൊക്കെ അരയ്ക്കണ പോലെ അധികം വെള്ളം പാടില്ല. അപ്പോൾ നന്നായിട്ട് ഇത് വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഇപ്പം ഞാൻ ഒഴിക്കണ കണ്ടില്ലേ, അതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കണം ആ മാവ്. ഓക്കെ, ഇത്രയ്ക്ക് തിക്കായിട്ടിരിക്കണം. എന്നാലേ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിനേക്കാളും ലൂസായി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്കിതിൽ ഫുഡ് കളറാണ് ചേർക്കുന്നത്. അപ്പോൾ ഫുഡ് കളർ ഞാൻ കേസരി പൗഡർ, നമ്മൾ കേസരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കില്ലേ, അപ്പോൾ ആ കളറാണ് ഉപയോഗിക്കുന്നത്. അത് ഞാനൊരു 2 ഡ്രോപ്പ് കുറച്ച് എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ വല്ലാണ്ട് കളർ യൂസ് ചെയ്യണില്ല. അപ്പോൾ ദേ ഇപ്പോൾ ഇതിൽ കാണുന്നില്ലേ, അപ്പോൾ അതേ അളവിൽ നമ്മൾ എടുക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേൻ മിഠായി, തേൻ നിലാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് കളർ ആയിരിക്കുമല്ലോ, ഒരു നല്ലൊരു കളറൊക്കെ ഉണ്ടാവില്ലേ, ഓറഞ്ച് കളറിലുണ്ടാവും, റെഡ് കളറിലുണ്ടാവും. അപ്പോൾ ആ ഒരു കളർ കിട്ടുമ്പോഴല്ലേ നമുക്ക് ആ ഒരു ഫീലിംഗ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫുഡ് കളർ യൂസ് ചെയ്യണത്. അല്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ, ഫുഡ് കളർ ഉപയോഗിക്കണം എന്നില്ല. ഓക്കെ, നന്നായി മിക്സ് ചെയ്യും. അടുത്തതായിട്ട് നമ്മളിത് ബേക്കിംഗ് സോഡ, അതൊന്ന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കണം. ഞാനൊരു 4 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് എന്താ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും ഇത് നല്ല സ്വീറ്റ് ആയിരിക്കുമല്ലോ, തേൻ മിഠായി എല്ലാവർക്കും അറിയണതല്ലേ. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഒരു നുള്ള് സോൾട്ട് ആഡ് ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് തേൻ മിഠായി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത് കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പം ഞാൻ ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഇത് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ് കേട്ടോ. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത്. അപ്പോൾ ഇതേ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. ഇനി ഈ മാവ് നമ്മൾ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാൻ അധികം കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അധികം കളർ വേണമെങ്കിൽ ആവാം. ഞാൻ വളരെ കുറച്ച് 2 ഡ്രോപ്പേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മളിപ്പോൾ എന്തായാലും കുക്ക് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അതിനേക്കാളും കൂടിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ പേരിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം അതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ 1 ഗ്ലാസ് അളവിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്യാണ് കേട്ടോ. അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ആ ഷുഗർ ഫുള്ള് മെൽറ്റ് ആവണം, അലിഞ്ഞ് ചേരണം. അലിഞ്ഞ് ചേർന്നിട്ട് ഏകദേശം ഒരു നല്ലൊരു സിറപ്പ്, അതായത് ഒരു നൂൽപ്പരുവം, വല്ലാണ്ട് നൂൽപ്പരുവം ആവരുത്, അങ്ങനെ ആവണം. ഓക്കെ, നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ, ഇതിലേക്ക് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കലർത്തി വെക്കാം. ഒരു അരമുക്കാൽ മണിക്കൂർ ഇതിൽ ഇട്ട് വെക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ആ സിറപ്പ് ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ ഈ ഫ്രൈ ചെയ്ത ഈ ബോളിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് ഫുള്ളത് വലിച്ചെടുക്കും കേട്ടോ. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഷുഗർ കൂടെ ഒന്ന് വെതറി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് വലിച്ചെടുത്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ തേൻ മിഠായി. അപ്പോൾ തേൻ മിഠായി ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.